ഹലോ നമസ്കാരം. നമ്മൾ ഇന്ന് പഠിക്കുന്ന പോക്സോ നിയമത്തെ കുറിച്ചാണ്. പോക്സോ പോക്സോയുടെ ഫുൾ ഫോം ഫസ്റ്റ് പഠിക്കുക. 2012 ആക്ട് ആണ്. സിലബസിൽ കൊടുത്തിരിക്കുന്ന എന്ത് സബ്ജക്ട് അതിൽ കൊടുത്തിരിക്കുന്ന എന്താണോ അത് മാത്രമാണ് പഠിപ്പിക്കുന്നത്, വേറെ ഒന്നുമില്ല. കാര്യം ഈ സിലബസിൽ പറയുന്ന കാര്യം മാത്രമേ പരീക്ഷയ്ക്ക് ചോദിക്കത്തുള്ളൂ. അതിലപ്പുറം ചോദിക്കുമോ എന്ന് എഴുതി നിങ്ങൾ പഠിച്ച് സമയം കളയണ്ട. ആദ്യം നിങ്ങൾ ചെയ്യേണ്ട സ്പെഷ്യൽ ടോപ്പിക്കിൽ ചെയ്യേണ്ടത് സിലബസ് ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നും പറഞ്ഞിട്ടില്ല സിലബസിൽ. 1, 3, 4, 7, 8, 11, 12, 16, 22, 23 ഇത് മാത്രം നിങ്ങൾ അരച്ച് പഠിക്കുക. ഓക്കെ, ഇത് പഠിച്ച് കംപ്ലീറ്റ് ആക്കിയതിന് ശേഷമേ ഇതിന്റെ അകത്തോട്ടുള്ള കാര്യം പഠിക്കാവൂ. അതായത് 4 കഴിഞ്ഞ് 5, 6 നമ്മുടെ സിലബസിലില്ല. അപ്പൊ നിങ്ങൾ അത് പഠിക്കണം. ഇനി അത് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഈ 1, 2, 3, 4 അതൊക്കെ അറിയാമെങ്കിൽ അതിൽ നിന്ന് വെട്ടി ആൻസർ വെട്ടി എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ തൽക്കാലം പഠിക്കാത്തതാണ് നല്ലതെന്നാണ് എന്റെ അഭിപ്രായം. ഇത് പഠിച്ച് കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം നിങ്ങൾ അഡീഷണൽ സമയം ഉണ്ടെങ്കിൽ പഠിച്ചോ. അല്ലാതെ ഇരുന്ന് പഠിച്ച് കൺഫ്യൂഷൻ ആവേണ്ട കാര്യമില്ല. ഓക്കെ, പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസ് ആക്ട് 2012 പോക്സോ ആക്ട്. ഇത് യൂണിഫോം തസ്തികകൾ +2 ലെവൽ യൂണിഫോം തസ്തികകളിൽ ചോദിക്കുന്ന മെയിൻ ആയിട്ട് പോലീസ് പരീക്ഷയ്ക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു സ്പെഷ്യൽ ടോപ്പിക് സെക്ഷൻ ആണ്. ഓക്കെ, 2 മാർക്ക് 2 ചോദ്യങ്ങളായിരിക്കും ഇതിനുണ്ടാവുന്നത്. ഒരു പിഴ ശിക്ഷയും അല്ലെങ്കിൽ ആ ഒരു സെക്ഷൻ എന്താണ് എന്നുള്ള കാര്യം, അല്ലെങ്കിൽ അതിനകത്ത് വിവരിച്ചിരിക്കുന്ന കാര്യങ്ങൾ, ഇത്രേ ചോദിക്കത്തുള്ളൂ. ഇനി മറ്റുള്ള തസ്തികകളിൽ ചിലപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ് ചോദിക്കാം. കാര്യം നമുക്ക് ഇതിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട് ഇത്ര സെക്ഷൻ ആണെന്ന്. ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണത്തിന് 2 ക്വസ്റ്റ്യൻ ആയിരിക്കും വരുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ ഇയർ നിങ്ങളുടെ സിലബസിൽ പറഞ്ഞിട്ടില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറഞ്ഞിട്ടുണ്ട്. കാരണം സെക്ഷൻ 1 പറയുന്നതെന്ന് വെച്ചാൽ എന്താണ് ഇതിന്റെ പൂർണ്ണ രൂപം, ഇതിന്റെ ചുരുക്കപ്പേരും അതിന്റെ പൂർണ്ണ രൂപവും. ചുരുക്കപ്പേരും വ്യാപ്തിയും പ്രാരംഭത്തെ കുറിച്ചാണ്, അതായത് ഇൻട്രൊഡക്ഷനെ കുറിച്ചാണ് 1 പറയുന്നത്. ആ 1 വ്യക്തമായിട്ട് പറയുന്നുണ്ട് പോക്സോ എന്ന് പറയുന്നതിന്റെ പൂർണ്ണ രൂപം ദി പ്രൊട്ടക്ഷൻ, ഉണ്ട് കേട്ടോ, ദി പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസ് ആക്ട് 2012 എന്നാണ് ഇതിന്റെ പൂർണ്ണ രൂപം. ചുരുക്കപ്പേര് പോക്സോ. ഓക്കെ, ഇത് ഇന്ത്യയിൽ മൊത്തം വ്യാപകമാണ്. ജമ്മു കാശ്മീർ ബില്ല് പാസ്സാക്കിയതിനു ശേഷം ജമ്മു കാശ്മീർ ഒഴികെ എന്ന് പഠിക്കേണ്ട കാര്യമില്ല. ഇപ്പൊ ജമ്മു കാശ്മീർ അടക്കം ഇന്ത്യ മുഴുവൻ വ്യാപകമാണ് പോക്സോ. ഇനി ഇതില് വന്ന ഡേറ്റും ആ ഒരു സെക്ഷനിൽ തന്നെ പറയുന്നുണ്ട്. 2012 നവംബർ 14 നിലവിൽ വന്നത്. അതുകൊണ്ടാണ് ഇത് ചോദിക്കുന്നത്. ഓക്കെ, അടുത്തത് മൂന്നാമത്തെ സിലബസിൽ ഉള്ളത് അത് പഠിക്കുന്നു. ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് സമയം ഉണ്ടെങ്കിൽ എക്സ്ട്രാ പോയിന്റ്സ് നമ്മൾ പഠിക്കും. 3 പ്രവേശിത ലൈംഗിക അതിക്രമം. അതൊന്നും പറഞ്ഞ് ഒരു ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ കൊടുത്തേക്കും. എന്താണ് പ്രവേശിത ലൈംഗിക അതിക്രമം? കുട്ടിയുടെ സ്വകാര്യ ഭാഗത്തിലേക്ക് പ്രവേശിക്കപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നു, അല്ലെങ്കിൽ കുട്ടിയുടെ ശരീരത്തിനുള്ളിലേക്ക് പ്രവേശിക്കപ്പെടണം എന്ന ആഗ്രഹത്തോടുകൂടിയോ അല്ലെങ്കിൽ പ്രവേശിപ്പിക്കുകയോ, അതെന്ന് എതിരെ നിൽക്കുന്ന കുറ്റവാളി അങ്ങോട്ട് പ്രവേശിപ്പിച്ചാലും കുട്ടിയെ കൊണ്ട് ഇങ്ങോട്ട് പ്രവേശിപ്പിച്ചാലും അത് തെറ്റാണ്. അതിനെയാണ് പ്രവേശിത ലൈംഗിക അതിക്രമം എന്ന് പറയുന്നത്. ഇതിനുള്ള ശിക്ഷയാണ് തൊട്ടടുത്ത 4ാമത്തെ വകുപ്പിൽ നമ്മൾ പഠിക്കുന്നത്, പണിഷ്മെന്റ്. ഇതിന് 10 വർഷം കഠിന തടവോ ലഘു തടവോ കോടതിക്ക് തീരുമാനിക്കാം. ശിക്ഷ വിധിക്കുന്നത് പോലെ ലഘു തടവോ കഠിന തടവോ നൽകാം. അപ്പം 4ാമത്തേല് ഇനിയുള്ള കാര്യം ശ്രദ്ധിക്കുക. 4ാമത്തേല് 1, 3 ഈ 2 ഉപവകുപ്പുകളുണ്ട് കേട്ടാ, അത് നമ്മൾ പഠിക്കണം. ഒരു സെക്കൻഡ്, അവിടെ എഴുതിയപ്പോ 2 ഇന്ന് ഇവിടെ എഴുതാൻ പറ്റുമോ, അതാണ് എനിക്ക് കൺഫ്യൂഷൻ ആയത്. 1, 2, 3 ഇങ്ങനെ 3 ഉപവകുപ്പുകളുണ്ട്. ഏതിലാണ്? 4ാമത്തെ സെക്ഷനിൽ ഇങ്ങനെ 1, 2, 3 എന്ന് പറഞ്ഞ 3 ഉപവകുപ്പുണ്ട്. 4ാമത്തെ സെക്ഷൻ പഠിക്കാനുള്ളത് കൊണ്ട് നമ്മൾ അതിപ്പം കൂടെ പഠിച്ചു പോവും. മനസ്സിലായില്ലേ? പണ്ടൊക്കെ ഈ 4ാമത്തെ സെക്ഷൻ എന്ന് പറഞ്ഞ് ഇതെല്ലാം ഒരുമിച്ചും കൊടുത്തേക്ക് വരുന്നു. പിന്നെ പരീക്ഷയ്ക്ക് 4-1, 4-2 എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺ വന്നു തുടങ്ങിയുകൊണ്ട് ഇപ്പൊ അത് മാറ്റി കൊടുക്കുന്നുണ്ട്. 4-1 ഇതാണെന്ന് എടുത്തു പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ പഠിക്കുന്നു. ഓക്കെ, അപ്പം ഈ ലൈംഗിക അതിക്രമത്തിനുള്ള ശിക്ഷയായിട്ട് ഈ ലൈംഗിക അതിക്രമം എന്ന് പറയുന്നത് 3 എന്ന് നമ്മൾ പഠിക്കണമെങ്കിൽ ഒരു 3ാംകിട പ്രവൃത്തിയാണ് ഈ ചെയ്യുന്നത്. ഒരു കുട്ടിയായിട്ട് എന്തെങ്കിലും ഒരു ആവശ്യമായിട്ട് നമ്മൾ പോകുമ്പോഴത്തേക്ക് ഒരു കുട്ടിയെ, ഒരു പരിചയമുള്ള ഒരു കുട്ടിയെ എന്താണ് മോശമായ പ്രവൃത്തി അതിക്രമങ്ങൾ കാണിക്കുന്നത് 3ാംകിട പ്രവർത്തനമാണ്. ഇപ്പൊ പ്രവേശിത ലൈംഗിക അതിക്രമം എന്ന് പറഞ്ഞാൽ 3ാംകിട പ്രവർത്തനമാണ് എന്നൊരു കാര്യം ചിന്തിക്കുക. ഓക്കെ, അപ്പൊ അത് 3 കണക്ട് ചെയ്യാം. തൊട്ടടുത്തത് 4ാമത്തെ എന്ന് പറഞ്ഞാൽ അതിനുള്ള ശിക്ഷയാണ്. അപ്പൊ പണിഷ്മെന്റ് എന്ന് പറയുന്ന ഇതിൽ കിട്ടുന്നത് 10 വർഷം വരെയുള്ള കഠിനമോ അല്ലെങ്കിൽ എന്താണ് ലഘുവായ ശിക്ഷ ലഭിക്കും. അത് എന്ന് പറയുന്നത് പിഴ ശിക്ഷ കൂടി ഉൾപ്പെട്ടതാണ്. അതാണ് ഇതിൽ സത്യം പറഞ്ഞ 1 പറയുന്നത്.
പിഴയെ കുറിച്ച് ഇതിന്റെ ശിക്ഷയെ കുറിച്ച് മാത്രം ഒന്നിൽ പറയുന്നു. രണ്ടിൽ പറയുന്നത് വെച്ചാൽ ഇത് ചെയ്യുന്നത് 16 വയസ്സോ അതിൽ താഴെയുള്ള ഒരു കുട്ടിയോടാണ് ഈ പ്രവേശിത ലൈംഗിക അതിക്രമം കാണിക്കുന്നതെങ്കിൽ 20 വർഷം വരെയുള്ള കഠിന തടവുമോ അല്ലെങ്കിൽ ജീവപര്യന്തം വരെ ആകാവുന്നതോ ആയിരിക്കാം. 20 വർഷം വരെ കഠിന തടവോ അല്ലെങ്കിൽ ഈ എന്താണ് ജീവപര്യന്തം, അതായത് ജീവിതകാലം മൊത്തം ജയിലിൽ കിടക്കുന്ന ഒരു സിറ്റുവേഷനോ വരാം. കൂടാതെ പിഴയും ഉണ്ടാവും. ഓക്കെ, ഇനി മൂന്നാമത്തെ സെക്ഷനിൽ പറയുന്നത് വെച്ചാൽ, അതാണ് രണ്ടിൽ പറയുന്നത്. മൂന്നാമത്തെ സെക്ഷനിൽ പറയുന്നത് വെച്ചാൽ ഈ ഇതിൽ ഏത് ശിക്ഷ, ഒന്നിലും രണ്ടിലും പ്രകാരം ഏത് ശിക്ഷ ലഭിച്ചാലും ഈ ലഭിക്കുന്ന പിഴ ശിക്ഷ ഉണ്ടല്ലോ, ഈ പിഴ എന്ന് പറയുന്നത് ആ കുട്ടിയുടെ ചികിത്സ ചെലവിനും അതിന്റെ പുനരധിവാസത്തിനും വേണ്ടി ചെലവാക്കണം എന്നുള്ള കാര്യം 3 പറയുന്നു. അതായത് നാലാമത്തെ സെക്ഷനിൽ ഉപവകുപ്പ് 3. അതിനെങ്ങനെ എഴുതാം? ഇങ്ങനെ എഴുതും, 4-3. അപ്പം 3 എന്ന് പറഞ്ഞാൽ പ്രവേശിത ലൈംഗിക അതിക്രമം, അതൊരു 3ാം കിട പ്രവൃത്തിയാണ്. അപ്പൊ 3ാമത്തെ സെക്ഷൻ. 4 അതിനുള്ള ശിക്ഷയെ കുറിച്ച് പറയുന്നു. പ്രവേശിത ലൈംഗിക അതിക്രമത്തിനുള്ള ശിക്ഷയെ കുറിച്ച് 4 പറയുന്നു. 4-1 എന്ന് പറയുന്നത് നോർമലി ഉള്ള ശിക്ഷ, അതായത് 10 വർഷം കഠിന തടവോ അല്ലെങ്കിൽ ലഘു തടവോ അല്ലെങ്കിൽ പിഴ ശിക്ഷയോ ലഭിക്കാം. 2 പറയുന്നത് ഇത് 16 വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടിയോടാണ്, 16 വയസ്സോ അതിൽ താഴെയുള്ള കുട്ടിയോടാണ് ഇങ്ങനെ ഒരു ലൈംഗിക അതിക്രമം പ്രവേശിതപരമായി ചെയ്യുകയാണെങ്കിൽ അവർക്ക് 20 വർഷം വരെ കഠിന തടവ് ലഭിക്കും. ആ 20 വർഷം എന്നുള്ളത് ജീവപര്യന്തം വരെ നീളാം. കൂടാതെ പിഴ ശിക്ഷയും ഉണ്ട്. ഇനി മൂന്നാമത്തെ 4-3 എന്ന് പറയുന്ന ഉപസെക്ഷൻ പറയുന്നത് ഇതിലുള്ള പിഴ, ഇതിൽ നിന്ന് ഇവരെ പിടിച്ചെടുക്കുന്ന ഈ പിഴ, ഈടാക്കുന്ന പിഴ കുട്ടിയുടെ ചികിത്സാ ചെലവിനും പുനരധിവാസത്തിനും വേണ്ടി ഉപയോഗിക്കും. ഇനി 7ാമത്തെ സെക്ഷൻ ലൈംഗിക അതിക്രമം. നമ്മളിവിടെ പഠിച്ച പ്രവേശിത ലൈംഗിക അതിക്രമമാണ്. ഇത് ലൈംഗിക അതിക്രമം. കുട്ടി കേട്ടുകൊണ്ട് എന്തെങ്കിലും മോശമായ വാക്കുകൾ പറയുക, കുട്ടിയെ ശല്യം ചെയ്യുക, ഈ അകത്തോട്ട് കുട്ടിയുടെ ഉൾഭാഗത്തേക്ക് ഒന്നും ഉപയോഗിക്കാതിരിക്കുക. ഉൾഭാഗം എന്ന് പറഞ്ഞാൽ നമ്മളെ വായാവാം, സെക്ഷൽ പാർട്ട് ആവാം, അത് പറയുമ്പോൾ ഈ പുറകുവശം ഫ്രണ്ട് വശം ആയിട്ടുള്ള ശരീരത്തിലുള്ള എവിടെ ആയിട്ടുള്ള ഒരു പ്രവേശിക്കാൻ കഴിയുന്ന ഭാഗമാവാം കേട്ടോ. ഓക്കെ, അപ്പം ലൈംഗിക അതിക്രമത്തെ കുറിച്ച് മാത്രം എന്ന് പറയുന്നത് അത് 7. കുട്ടിയെ നോക്കി ഒരു മോശം ആംഗ്യം കാണിച്ചാലും മതി, കുട്ടിയുടെ ഭാഗത്ത് സ്പർശിക്കുന്നത് തെറ്റാണ്, അല്ലെങ്കിൽ മറ്റൊരാൾ അതിനുവേണ്ടി ഈ കാര്യം മറ്റൊരാളോട് ചർച്ച ചെയ്യുന്നതും തെറ്റാണ്. അതും കുട്ടിക്ക് അറിഞ്ഞു വേണമെങ്കിൽ അതൊരു രക്ഷിതാവോ കുട്ടിയോ വന്ന് അല്ലെങ്കിൽ മറ്റൊരാൾ ഇത് അറിഞ്ഞ് ഒരാൾക്ക് പറയാം. ഓക്കെ, ഇങ്ങനെ ഒരു വീഡിയോ കണ്ട ഒരാൾക്കും വേണമെങ്കിൽ പരാതിപ്പെടാം. ഓക്കെ, അതിന്റെ ശിക്ഷയാണ് 8 പറയുന്നത്. 7 എന്ന് പറഞ്ഞാൽ ലൈംഗിക അതിക്രമം. ഓക്കെ, ലൈംഗിക അതിക്രമം. ഓക്കെ, അതിലുള്ള ശിക്ഷയാണ് ഈ 8 പറയുന്നത്. അതെന്ന് പറഞ്ഞാൽ 3 വർഷം മുതൽ 5 വർഷം വരെ ആകാവുന്ന ശിക്ഷയാണ്, തടവ് ശിക്ഷയാണ്. കൂടാതെ പിഴ ശിക്ഷയും ഉണ്ട്. 3 to 5 ആണ് സെക്ഷൻ 7ന്റെ കുറ്റകൃത്യം 8 പ്രതിപാദിക്കുന്നത് ശിക്ഷയായിട്ട്. 11 പറയുന്നത് ലൈംഗിക പീഡനത്തെ കുറിച്ചാണ് പറയുന്നത്. ലൈംഗിക പീഡനത്തെ കുറിച്ചാണ് 11 പറയുന്നത്. അതിൽ നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരണ്ട, ഞാൻ പറഞ്ഞുതരാം. ലൈംഗിക പീഡനം 11 എന്ന് പറയുമ്പോൾ നമ്മൾ തമ്മിലുള്ള ലൈംഗിക അതിക്രമം എന്ത്, പീഡനം എന്തെന്നൊരു വ്യത്യാസം വരേണ്ട കാര്യമില്ല. ഒരാൾ ഈ ലൈംഗിക ഉദ്ദേശത്തോടു കൂടി കുട്ടി കേൾക്കണമെന്ന ആവശ്യത്തോടു കൂടി എന്തെങ്കിലും പറയുകയോ ശബ്ദം പുറപ്പെടുവിക്കുകയോ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ ഹരാസ്മെന്റിൽ വരുന്നത്, അതായത് ലൈംഗിക പീഡനത്തിൽ വരുന്നത്. അപ്പം ഞാൻ പറഞ്ഞതിൽ ചെറിയൊരു കൺഫ്യൂഷൻ വന്നല്ലേ. അപ്പൊ ഈ 7 പറയുന്നതെന്ന് വെച്ചാൽ ആരെങ്കിലും എന്തെങ്കിലും സ്പർശിക്കുന്ന ഇതിൽ വരുന്നത് കേട്ടോ. ലൈംഗിക അതിക്രമം എന്ന് പറയുമ്പോൾ സ്പർശനം വഴിയാണ് വരുന്നത്. സ്പർശനം. പീഡനം എന്ന് പറയുമ്പോഴത്തേക്ക് മാനസികമായിട്ടും വരാം, ശാരീരികമായിട്ടും വരാം, രണ്ടും വരാം കേട്ടോ. അപ്പൊ ലൈംഗിക പീഡനം എന്ന് പറഞ്ഞാൽ മാനസികമായി ഒരാൾ കാണിക്കുന്ന കാര്യങ്ങൾ വഴിയോ ചെയ്യുന്ന കാര്യങ്ങൾ വഴിയോ പറയുന്ന കാര്യം വഴിയോ കുട്ടിക്ക് മാനസികമായ ബുദ്ധിമുട്ട് വന്നാൽ അത് പീഡനമായിട്ട് കൂട്ടും. ലൈംഗിക അതിക്രമത്തിൽ സ്പർശനം മാത്രമാണ് വരുന്നത്, സ്പർശനം. മറ്റത് ഇതിൽ വരും. ഓക്കെ, ഇനി വേണമെങ്കിൽ അത് തിരിച്ചുമൊക്കെ വരും, പറഞ്ഞു വരും. ലൈംഗിക, നിങ്ങൾ വേറെ കൺഫ്യൂഷൻ തോന്നണ്ട. ലൈംഗിക അതിക്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7. 11 എന്ന് പറഞ്ഞാൽ ലൈംഗിക പീഡനം. അതിൽ ഈ വായാൽ പറയുന്ന കാര്യങ്ങളൊക്കെ വരും. ഇതെല്ലാം തമ്മിൽ കണക്റ്റഡ് ആണ്. നമുക്ക് സെക്ഷ ഇതാണ്, ഇതിന്റെ ശിക്ഷ ഇതാണ് കാര്യം എന്നൊരു കാര്യം അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ഞാൻ BYQ എല്ലാം റെഫർ ചെയ്തു, അത് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഇതിലല്ലാതെ വേറെ ക്വസ്റ്റ്യൻ വരുമെന്നുള്ള 99% വരില്ല. ഓക്കെ, അടുത്ത നമ്മൾ 12 എന്ന് പറയുന്നത് ഈ ലൈംഗിക പീഡനത്തിലുള്ള ശിക്ഷയാണ്. പണിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ 3 വർഷം വരെയുള്ള തടവും ശിക്ഷയാണ്, പിഴ ശിക്ഷയാണ്. തടവും പിഴ ശിക്ഷയാണ് 3 വർഷം വരെ ലഭിക്കാം. ഇനി 16 എന്ന് പറഞ്ഞാൽ ഇതിനൊക്കെയുള്ള പ്രേരണ, കുട്ടിക്കെതിരെയുള്ള ഈ ലൈംഗിക പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് മറ്റൊരാളെ പ്രേരിപ്പിക്കുന്നതിന് 16 സെക്ഷനിൽ പറയുന്നുണ്ട്. 22 വ്യാജ വിവരങ്ങളെ കുറിച്ചാണ് പറയുന്നത്. പോക്സോ കേസുമായിട്ട് ബന്ധപ്പെട്ട് കള്ളപ്പരാതി, വ്യാജമായ വിവരം കൊടുക്കൽ, മൊഴി രേഖപ്പെടുത്തൽ, അതിനൊക്കെ 22 പെടും. പോക്സോയുടെ 22ാമത്തെ വകുപ്പിൽ പെടും. ഇനി ഇതിൽ 22 1 പറയുന്നത് എന്താണ്? 22 1 പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
6 മാസം വരെ ഉള്ള തടവ് പ്ലസ് പിഴയാണ് ഈ വ്യാജ വാർത്ത കൊടുക്കുന്നതിലൂടെ, വ്യാജ വിവരം കൊടുക്കുന്നതിലൂടെ, വ്യാജ വാർത്ത എന്ന് പറയുന്നത് വ്യാജ വിവരം അല്ലെങ്കിൽ വ്യാജ പരാതി കൊടുക്കുന്നതിലൂടെ ലഭിക്കുന്നത്. ഒന്നിൽ ലഭിക്കുന്നതെന്ന് വെച്ചാൽ കുട്ടിയുടെ ആരെങ്കിലും കുട്ടിയെ ഇങ്ങനെ അതിക്രമിച്ചു എന്ന് പറഞ്ഞ് എന്താണ് കള്ളപ്പരാതി ഒരാളുടെ പേരിൽ കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് ലഭിക്കുന്ന ശിക്ഷയാണ് ഒന്നാമത്തെ, അതായത് 22-1 പ്രകാരം 6 മാസം വരെ തടവോ പിഴയോ രണ്ടും കൂടി ലഭിക്കാം. ഇനി 2 കുട്ടിയാണ് ചെയ്യുന്നതെങ്കിൽ, കുട്ടി എന്ന് പറയുമ്പോൾ 2 ലെറ്ററല്ലേ ഉള്ളൂ, അപ്പൊ കുട്ടിയാണ് ഈ പ്രവർത്തനം ചെയ്യുന്നതെങ്കിൽ, കള്ളപ്പരാതി കൊടുക്കണമെങ്കിൽ 22-2 പ്രകാരം കുട്ടി അങ്ങനെ ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നു. പക്ഷെ അത് കുട്ടി ആയതുകൊണ്ട് അതിന് ശിക്ഷയില്ല. ഇനി 3-ാമത്തെ വകുപ്പ് പ്രകാരം ആരെങ്കിലും കുട്ടിയെ അധിക്ഷേപിക്കാൻ, ഒരു കുട്ടിക്കെതിരെ കുട്ടി ഇങ്ങനെ ലൈംഗിക പ്രവർത്തനത്തിൽ ഇരയായിട്ടുണ്ട് എന്ന് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു തെറ്റല്ലേ? കാരണം കുട്ടിയെ കുറിച്ച് മറ്റുള്ളവർ അറിയുകയും കുട്ടിയെ അപകീർത്തിപ്പെടുത്തുകയും ചെയ്യല്ലേ. അപ്പൊ അങ്ങനെ ഒരു കാര്യം കള്ളമായിട്ട്, അങ്ങനെ ഒരു സംഭവം ഇല്ലാതെ ഒരു കുട്ടിക്കെതിരെ പോക്സോ കേസ് കുട്ടിയെ കുറിച്ച് കുട്ടിക്കെതിരെ എന്നല്ല, കുട്ടിയെ അപകീർത്തപ്പെടുത്തണം എന്ന രീതിയിൽ അതിനെ ഇരയാക്കി കൊണ്ടൊരു കള്ളപ്പരാതി മറ്റൊരാൾ കൊടുത്തു കഴിഞ്ഞാൽ അത് 22-3 പ്രകാരം 1 വർഷം വരെ തടവും പിഴയും ലഭിക്കാവുന്ന കുറ്റകൃത്യം ആണ് എന്ന് പരാമർശിക്കുന്നു. 22-ലാണ് പറയുന്നത്. 23 എന്ന് പറഞ്ഞാൽ മീഡിയാസ്, മാധ്യമങ്ങളെ കുറിച്ചാണ്. മാധ്യമങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പോക്സോ കേസിൽ, അതാണ് പറയുന്നത്. അതായത് മാധ്യമങ്ങൾ സ്വീകരിക്കേണ്ട ഒന്ന്, കുട്ടിയുടെ സ്വകാര്യതയെ മാനിക്കുന്ന രീതിയിലായിരിക്കണം കാര്യങ്ങൾ ചെയ്യേണ്ടത്. വ്യാജമായ വാർത്തകൾ ഒരിക്കലും മനസ്സിലാക്കാതെ പബ്ലിഷ് ചെയ്യാൻ പാടില്ല. അത് 23-1 പറയുന്നു. 22 കുട്ടിയുടെ ഡീറ്റെയിൽസ്, കുടുംബപ്പേര്, വീട്ടുപേര്, അച്ഛന്റെ പേര്, കുട്ടിയുടെ പേര്, വയസ്സ്, സ്ഥലം, അയൽപക്കം, അങ്ങനെയുള്ള യാതൊരു ഡീറ്റെയിൽസും പബ്ലിഷ് ചെയ്യാൻ പാടില്ല. അത് 23-2 പറയുന്നു. ഇനി സെക്ഷൻസ് കോടതിക്ക് കുട്ടിയുടെ താല്പര്യപ്രകാരം വേണമെങ്കിൽ, കുട്ടിക്ക് കുഴപ്പമില്ല സമ്മതമാണെന്നുണ്ടെങ്കിൽ അതിന്റെ രക്ഷകർത്താവിന്റെ അധീനതയിൽ ഇത് പബ്ലിഷ് ചെയ്യാൻ പറ്റും. ഇനി 23-3 എന്ന് പറയുന്നത് ഇങ്ങനെ ഈ 1-2 പ്രകാരം കുറ്റകൃത്യം ചെയ്യുന്ന മാധ്യമ പ്രവർത്തകരോ അതിന്റെ ഉടമയോ അതുമായി ബന്ധപ്പെട്ട ആരെങ്കിലും കുറ്റകൃത്യം ചെയ്യുകയാണെങ്കിൽ അവർക്ക് പരിപൂർണ ബാധ്യസ്ഥതയാണ് അതിൽ ലഭിക്കുന്നത്. പരിപൂർണ ബാധ്യത, അതായത് ഉടമയും എല്ലാവരും കൂട്ടുത്തരവാദിത്വം ഉണ്ടായിരിക്കുന്നതായിരിക്കും. 23-3 എല്ലാവരും കൂട്ടുത്തരവാദിത്വം ഉണ്ടായിരിക്കുന്നത്. എന്തെങ്കിലും തെറ്റ് ചെയ്താൽ എല്ലാവരും തൂക്കും. ഇനി 23-4 എന്ന് പറയുന്നത് ഇതിനൊക്കെയുള്ള ശിക്ഷയാണ് നൽകുന്നത്. ശിക്ഷ എന്ന് പറയുന്നത് 1-2 പ്രകാരമുള്ള ശിക്ഷ 6 മാസം തൊട്ട് 1 വർഷം വരെ തടവും പിഴയും ലഭിക്കാം. ഇങ്ങനെയാണ് ഈ പോക്സോ പോകുന്നത്. ഇനി നമുക്കിതിൽ വേണമെങ്കിൽ കുറച്ച് ബേസിക് കാര്യങ്ങൾ അല്ലാതെ കൂടെ പഠിച്ചു വെച്ചിരിക്കാം. ഓക്കെ, അടുത്ത അത് പറയാം. പ്രധാനപ്പെട്ടത് ഞാൻ എഴുതിയിടാം. അപ്പൊ കുട്ടി ഈ പോക്സോ കേസിൽ പോക്സോ ആവണമെങ്കിൽ അത് 18 വയസ്സിൽ താഴെ, 18 തികയാത്ത ആൺ പെൺ വ്യത്യാസമില്ലാത്ത എല്ലാവരും കുട്ടികളാണ്. ആൺകുട്ടികൾക്കെതിരെയും ലൈംഗിക അതിക്രമം ഉണ്ടാവാം, പെൺകുട്ടികൾക്കെതിരെ ഉണ്ടാവാം. കൂടുതൽ പെൺകുട്ടികൾക്കെതിരെയാണെന്നേ ഉള്ളൂ. പാർലമെന്റ് ഈ നിയമം പാസ്സാക്കിയത് 2022 മെയ് 22-നാണ്. പ്രസിഡന്റിന് അംഗീകാരം ലഭിച്ചത് പ്രതിഭ പാട്ടീലായിരുന്നു ആ സമയത്ത് പ്രസിഡന്റ്. 2019 ജൂൺ 19 അത് പ്രാബല്യത്തിൽ വന്നത് 2012 നവംബർ 14. ഇതേറ്റ് പറയപ്പെടുന്ന സെക്ഷൻ 1. ഓക്കെ, നമുക്ക് ഇതിലോട്ട് നോക്കാം. ആർക്കൊക്കെയാണ് കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത്? ആർക്കും റിപ്പോർട്ട് ചെയ്യാം, പക്ഷെ വ്യാജ പരിപാടിയാണെങ്കിൽ 22 പ്രകാരം പണികൾ കിട്ടും. 22-1 പ്രകാരവും 3 പ്രകാരവും പണി കിട്ടും. 22 വരൂല, കാരണം കുട്ടി ആയതുകൊണ്ട്. ഇത് എവിടെയൊക്കെയാണ് ആർക്കും പരാതിപ്പെടാം, ഇതറിയാവുന്ന. ഓക്കെ, ഇത് എവിടെയൊക്കെയാണ് ആർക്കൊക്കെ റിപ്പോർട്ട് ചെയ്യാന്നല്ല, ഇനി ആരടുത്ത് റിപ്പോർട്ട് ചെയ്യാം? ഒന്ന്, ലോക്കൽ പോലീസിന്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്യാം. സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റിൽ, പോലീസിന്റെ ജുവനൈൽ സെക്ഷനിൽ റിപ്പോർട്ട് ചെയ്യാം. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി, ചൈൽഡ് ലൈൻ, ടോൾ ഫ്രീ നമ്പർ 1098 പഠിച്ചോണം. പിന്നെ SCPCR, NCPCR കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഗവൺമെന്റ് സംഘടനയാണ്. ഗവൺമെന്റ് സ്റ്റേറ്റ് കമ്മീഷനാണ്. സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സും നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സും NCPCR-ഉം. ഇനി പോക്സോ ഭേദഗതി 2019 ഈ നിയമത്തിന് ഭേദഗതി ഉണ്ടായി. അപ്പൊ ഇതിൽ വന്ന മാറ്റങ്ങൾ, ഈ ഫസ്റ്റ് ഇത് രാജ്യസഭയിൽ അവതരിപ്പിച്ചത് ആരെന്ന് പഠിക്കണം. അത് സ്മൃതി സുബിൻ ഇറാനിയാണ് ഇത് രാജ്യസഭയിൽ അവതരിപ്പിച്ചത്. രാജ്യസഭ പാസ്സാക്കിയത് 2019 ജൂലൈ 24 പഠിക്കേണ്ട ഡേറ്റ് ആണ്. പിന്നെ ഇത് ലോക്സഭയിൽ അവതരിപ്പിച്ച ആരാണെന്ന് വെച്ചാൽ വീരേന്ദ്രകുമാർ.
ഓക്കെ. ലോക്സഭ പാസ്സാക്കിയത് 2019 ഓഗസ്റ്റ് 1 ഓഗസ്റ്റ് 1 ലോക്സഭ പാസ്സാക്കി. ബില്ലിന് പ്രസിഡന്റിന്റെ അംഗീകാരം ലഭിച്ചത് 2019 ഓഗസ്റ്റ് 5 ഓഗസ്റ്റ് 5 പ്രസിഡന്റിന്റെ അംഗീകാരം ലഭിച്ചു. അപ്പൊ പോക്സോ നിയമപ്രകാരം ഭേദഗതി വരുത്തിയ സെക്ഷൻസ് പഠിക്കുക. 2, 4, 5, 6, 2, 4, 5, 6, 9, 14, 15, 32, 42, 45, 34 34. ഇത് പരിപൂർണ്ണ സ്റ്റഡിയാണ് ഞാൻ ഇപ്പൊ പറയുന്നത്. ഇത്രയും മതി. ഇത്രയും ആകുമ്പോഴത്തേക്ക് ഓക്കെ ആവും. ഓക്കെ, അങ്ങനെയുള്ള അഡീഷണൽ പോയിന്റ്സും എല്ലാം കൂടെ ഉൾപ്പെടുത്തി മറ്റ് വീഡിയോകൾ അഡ്മിൻസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.